सब करते तेरे वंदना, യുനഹംബി സ്തുതി ഗായി, യുനഹംബി സ്തുതി ഗായി. ഗാവോ ഗാവോ ജും ജും ഗാവോ ഗീത്, ഓ ജും ജും ഗാവോ ഗീത്. ഗാവോ ഗാവോ ജും ജും ഗാവോ ഗീത്, ഓ ജും ജും ഗാവോ ഗീത്. മുക്തിദാത ജീവൻ ദാത, മുക്തിദാത ജീവൻ ദാത, ജഗമേയായ ഖുശിയാലായ, ജഗമേയായ ഖുശിയാലായ. ഗാവോ ഗാവോ ജും ജും ഗാവോ ഗീത്, ഓ ജും ജും ഗാവോ ഗീത്. കരങ്ങളെ ഉയർത്തി കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസീദാസന്മാർക്കും വിശേഷാൽ ഇന്ന് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, അതുകൊണ്ട് തന്നെ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അലക്സ്, എല്ലാവർക്കും ആമേൻ വേഗം വരാമെന്ന് അഭിനന്ദിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹവും വന്ദനങ്ങളും ആദ്യമായി തന്നെ അറിയിക്കുക. അധ്യക്ഷനായിരിക്കുന്നു. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഫോണിൽ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതായിരിക്കുന്ന സമയം ഫോണിലൂടെ വിളിക്കുവാനും സംസാരിക്കുവാനും ആമേൻ ഞങ്ങളുടെ ആ വിഷയങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്യുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വന്നത് എന്നറിഞ്ഞത് വളരെ സന്തോഷിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ യാത്രയെല്ലാം കർത്താവ് സഫലമാക്കി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാൽ കർത്താവിന്റെ കൃപയാലും ഞങ്ങളുടെ കുടുംബമായി സഭയായി സന്തോഷമായിരിക്കും. ചില ചിന്തകരായ ദൈവമക്കളുടെ ആമേൻ സ്തോത്രം ആരാധനയ്ക്ക് കടന്നു വരുവാൻ സർവശക്തനാകുന്ന ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഞങ്ങളുടെ അഞ്ചുതങ്ങ് മാതൃസഭയിൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഞ്ചുതങ്ങ് IPCയിൽ ആമേൻ 4 ദിവസത്തെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും അവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവിടുത്തെ പാസ്റ്റർ തന്നെ, അവിടുത്തെ ശുശ്രൂഷകരായിരിക്കുന്ന പാസ്റ്റർ തന്നെ അറിഞ്ഞിരിക്കുന്നത്. എന്നാലും ദൈവത്തിന് ഇന്ന് ഞാനിവിടെ വന്നില്ലെങ്കിൽ ആമേൻ നമ്മുടെ അലക്സവാസിന് ദേവാസന്മാർക്കും അറിയാം. നമ്മളെ വിട്ടുപോയി പലരും അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആമേൻ നമ്മുടെ മാവേലിക്കരെ തന്നെ പല പ്രിയപ്പെട്ടവര് എന്നെ വിളിക്കുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഞങ്ങളങ്ങ് വിട്ടു പോയോ? വിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ചില ആമേൻ ഹല്ലേലൂയ മീറ്റിങ്ങുകൾക്ക് വേണ്ടി എനിക്ക് മാവേലിക്കരയിലും ആമേൻ ഹല്ലേലൂയ വരാനായിട്ട് സാധിച്ചു. ആമേൻ. കാരണം ദൈവസ്ഥലത്തിന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴൊക്കെ എനിക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുവിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് തിരിച്ച് എടുക്കേണ്ടതായ ആവശ്യം വരുന്നുണ്ട്. മാത്രമല്ല രാത്രികളൊക്കെ ഇപ്പൊ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ദൈവം ഓരോരോ പാർട്ടിലേക്കൊക്കെ ആമേൻ ചെറിയ ജോലിയോടുള്ളവരൊക്കെ അയക്കുവാനായിട്ട് ഇടയായി. അത് ഞാനും എന്റെ പ്രിയപ്പെട്ടവരോട് മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ ഒരുപക്ഷെ ചിന്തിക്കാം അർത്താവിന്റെ കുടുംബമായിട്ട് ഒന്നുകൂടെ ആമേൻ. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. എന്നാലും ജോലിയൊക്കെ കഴിഞ്ഞ് വളരെ ശാരീരികമായിട്ട് ക്ഷീണിച്ച് ഘട്ടത്തിലൊക്കെയാണ് വരുന്നത്. അതുകൊണ്ട് പിന്നെയും പന്തലേശമിന്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അവരത്തിലുള്ളതായ കാര്യങ്ങളും കാര്യതകളൊക്കെ ഉണ്ട്. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് മാത്രമല്ല വിശ്വാസികളുടെ ബന്ധത്തിലുമുള്ള ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആമേൻ സ്തോത്രം കടന്നു വരാനായിട്ട് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട്. എന്നാലും ദൈവസന്നിധിയിൽ നമ്മുടെ കലവര ദൈവസഭയിലുള്ള പ്രത്യേകിച്ച് ട്രിവാൻഡ്രം സെക്ഷനിലുള്ള എല്ലാ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെയും നമ്മൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥതകൾ ചെയ്യുവാനും സ്തോത്രയാഗങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടപെടാതെ അർപ്പിക്കുവാനും കർത്താവ് ഇന്നയോളം സഹായിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം.
ഇന്ന് നമ്മുടെ ഡിയർ പാസിന്റെ ശുശ്രൂഷിക്കാനുള്ള അവസരമാണ് എനിക്ക് നൽകപ്പെടുവാൻ ഇടയായിരുന്നത്. ഞാൻ അതിനുള്ള ഒരുക്കത്തിലൊന്നും അല്ല ദൈവത്തിന് സ്തോത്രം വന്നത്. എന്നാലും ദൈവത്തിന്റെ വചനം പറയുന്നത് സമയത്തിലും അസമയത്തിലും അതിനെ ഒരുങ്ങി ഇവിടെ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സുരേന്ദ്രൻ പാസ് അദ്ദേഹം ഇങ്ങനെ ചൂടുകത്തെ പ്രയാസത്തിലൊക്കെ കടന്നുപോയി സുവിശേഷം അറിയിച്ചെന്ന് അദ്ദേഹം പറയാതെയായി. ഞങ്ങൾക്കും ദൈവത്തിന് സ്തോത്രം പാലോടിന്റെ പ്രദേശങ്ങളിലൊക്കെ വളരെ ചൂടും പ്രയാസമൊക്കെ ഇങ്ങോട്ട് തന്നെ ശരീരത്തിന് വ്യക്തികളാക്കുന്നു. ഭയങ്കരമായ ചൂടാണ്. അത് ദേഹത്ത് നീറ്റലുണ്ടാവും. അതുകൊണ്ടതായ ചൂടിലും പ്രയാസത്തിലൊക്കെ കടന്നുപോയി വളരെ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ഇടയായി. പല പ്രിയപ്പെട്ടവർക്ക് ഈ പറഞ്ഞ പബ്ലിക്കായിട്ടും അല്ലാതെയും പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചു. ഞങ്ങളുടെ പരസ്യം ഇപ്രാവശ്യത്തെ പരസ്യവും നടത്തിയപ്പോൾ ദൈവത്തിന് അവസാനമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞപ്പോൾ 2-3 BJP-ക്കാരൊക്കെ വന്ന് അവിടെ ഇങ്ങനെ വന്ന് വളയാനായിട്ട് ഈ കോൺഗ്രസിനാണ് കൊടിയും ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. അതിന്റെ തടലില് വീഴുന്നു. എന്തായാലും അവരൊക്കെ അവിടെ വരുന്നതിന് മുമ്പേ എത്തിച്ചേരുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് പറയേണ്ടതെല്ലാം ആ ദേശത്തോടും ദേശനിവാസികളോടും സ്തോത്രം കൂടിയുന്നവരോടൊക്കെയും ദൈവത്തിന്റെ വചനത്തിലൂടെ വിളിച്ചു പറയുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവിടെ പണി ചെയ്യുന്ന മേശിമാരൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ പണി അവർ നിർത്തിവെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന സമയം അവരുടെ ടൂൾസുകളെല്ലാം അവിടെ വെച്ചിട്ട് അവർ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനിടയായി. അതിന്റെ അർത്ഥം ദൈവത്തിന് അവർ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്നതായ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പരസ്യം ഒരിക്കലും നഷ്ടമല്ല. അത് പിന്നെ വലിയൊരു ആദായമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അങ്ങനെ ദൈവത്തിന് ദൈവം ഓരോരുത്തരെയും ഓരോ നിലകളിലും ഓരോ ദേശങ്ങളിലും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ശക്തമായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനായ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നിങ്ങളും ഇടയോരോട് പ്രാർത്ഥിക്കുന്നതിന് നല്ല ഉറപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്ത് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഞങ്ങളുടെ കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഒരു വേദഭാഗം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. Praise the Lord. Hallelujah. Amen. Hallelujah. Amen. Hallelujah. Amen. പതിനെട്ടാം സങ്കീർത്തനം എടുത്താട്ടെ. ദൈവത്തിന് 6ാമത്തെ വാക്യം വായിക്കണമേ. സങ്കീർത്തനം 18:6. നമുക്കിതൊരു അപരിചിതമായിട്ടുള്ള ഒരു വചനമാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം നമ്മള് ആണ്ടിൽ 365 ദിവസങ്ങൾ ദൈവവചനങ്ങൾ വായിക്കുന്നവരും ദൈവവചനം കേൾക്കുന്നവരും സംസാരിക്കുന്നവരൊക്കെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനം അല്ലെങ്കിൽ ഈ വാക്യം ഒരു പുതിയ വാക്യമാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാവർക്കും പരിചയമുള്ളതായ ഒരു വേദഭാഗമാണ് 18ാം സങ്കീർത്തനത്തിന്റെ 6ാമത്തെ വാക്യം. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന ദാവീദ് എഴുതിയിരിക്കുന്ന ഒരു സങ്കീർത്തനമാണെന്ന് ഈ സങ്കീർത്തനത്തിന്റെ തലക്കെട്ട് പഠിക്കുന്ന ഏത് പഠിതാക്കൾക്കും വളരെ വ്യക്തമായി പറയുവാൻ കഴിയും. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസന്റെ ജീവിതത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് 6ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. ദൈവങ്ങളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, എന്റെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് കലുവല ദൈവസഭ മുഴുവനുണ്ടെന്ന് പറഞ്ഞാലും എനിക്കൊരു കഷ്ടത വരുമ്പോൾ ഞാൻ തന്നെ എന്ത് ചെയ്യണം? യഹോവയോട് അപേക്ഷിക്കും. അവരൊക്കെ പ്രാർത്ഥിക്കുമല്ലോ. ഞാനൊക്കെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട്, പപ്പയുണ്ടല്ലോ പ്രാർത്ഥിപ്പാൻ, അമ്മയുണ്ടല്ലോ പ്രാർത്ഥിപ്പാൻ. അവര് വാദിച്ചു, നോ,
നിങ്ങൾക്കൊരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന്റെ ഗൗരവം ചെറുതാകട്ടെ വലുതാകട്ടെ, പക്ഷേ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് തന്നെയാണ്. ആരും വിട്ടതില്ല. അമ്മ പാസ്റ്ററായിരിക്കാം, പാസ്റ്ററാണ്. അമ്മ ദൈവദാസിയാണ്. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു വിഷയം വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, എന്റെ പപ്പ പാസ്റ്ററാണ്, എന്റെ പപ്പ പ്രാർത്ഥിച്ചോളൂ, പപ്പ പ്രാർത്ഥിച്ചോളെ ഫോൺ ചെയ്തിട്ട് പറയും. അപ്പോ അങ്ങനെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നാണ് ദൈവത്തിന്റെ സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ ആരോടെങ്കിലും വിളിച്ചു പറയുമ്പോൾ കഴിഞ്ഞു എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. വിളിച്ചു പറയുന്നതാണ് എപ്പോഴും. കാരണം ദൈവവചനം വായിക്കുമ്പോൾ തന്നെ ദൈവമക്കളുള്ളതായിരിക്കുന്ന പല പല പ്രാർത്ഥനാ വിഷയങ്ങളും ആമേൻ സ്തോത്രം, അത് കടുപ്പമേറിയതായിരുന്നാലും കടുപ്പം കുറഞ്ഞതായിരുന്നാലും തങ്ങളുടെ ദൈവദാസന്മാരെ അവർ വിളിച്ചറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം അവർ അറിയിച്ചിട്ടുണ്ട്. പഴയ പുസ്തകങ്ങളൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ, പുതിയ നിയമ പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ജീവിതത്തിൽ ആ കാലഘട്ടങ്ങളിലുള്ളതായ ദൈവമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വന്നപ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ദൈവദാസന്മാരെ അറിയിച്ചിട്ടുണ്ട്. അറിയിക്കണം എന്ന് തന്നെയാണ് ദൈവവചനവും പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ സ്തോത്രം വായിച്ചതായ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, നമുക്കൊരു വിഷയം വരുമ്പോൾ ആ വിഷയം ചെറുതാകട്ടെ വലുതാകട്ടെ, ഹല്ലേലൂയ, പക്ഷേ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ദൈവത്തോട് എന്ത് ചെയ്യണം, വിളിച്ചപേക്ഷിക്കണം. അതാണ് ഈ വചനത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്ന, ഇത് രാത്രിയിൽ ലഭിക്കപ്പെടുന്ന ദൈവിക സന്ദേശം. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, തീർന്നില്ല, എന്റെ ദൈവത്തോട് നിലവിളിച്ചെന്നാ പറയുന്നത്. നമുക്ക് നിലവിളിയൊക്കെ ഉണ്ടോ? 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 ആരും വിട്ടുന്നില്ല. ഉണ്ടോ? നിലവിളി ഉണ്ടോ? ഞാനങ്ങനെ നിലവിളിയൊന്നും കേട്ടിട്ടില്ല. ഞാൻ ഒത്തിരി ചർച്ചകളിൽ പോകുന്ന ആളാണ്. എനിക്ക് ഇനി സംഘടനയൊരു പ്രശ്നമല്ല. ഞാൻ IPC-യിലായിരുന്നപ്പോഴും എല്ലാ ചർച്ചകളും മിക്കവാറും വിളിക്കുന്ന എല്ലായിടങ്ങളിലും പോയി ശുശ്രൂഷിക്കും. കാരണം എനിക്ക് ഒരു കാര്യം പറയും, ഞാനൊരു ദൈവത്തിന്റെ ദാസനാണ്. അത് കേട്ടിട്ട് നിന്നോട് പറഞ്ഞത് ഞാൻ നിൽക്കുന്നില്ല. അവിടെ വായിക്കുന്ന ദൈവ സ്നേഹത്തിലാണ്, ദൈവവചനപ്രകാരമാണ്, ദൈവഹിതപ്രകാരമാണ്. പക്ഷേ ഹല്ലേലൂയ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ ഒരു സ്ഥലത്തെ ഒതുക്കി നിർത്തുവാനുള്ള ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ തന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നിലവിളിച്ചു എന്നാണ് പലപ്പോഴും ദൈവത്തിന്റെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ അപേക്ഷിക്കുന്നവരാണ്. പ്രാർത്ഥനയിലൂടെ നമ്മുടെ വിഷയങ്ങളൊക്കെ നമ്മൾ ആമേൻ ഹല്ലേലൂയ അപേക്ഷിക്കുന്നവരാണ്. പക്ഷേ നിലവിളി കൊണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കേണ്ടി. എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അവിടെ ഓൺ ദ സ്പോട്ടിൽ, അല്ലെങ്കിൽ അന്ന ദിവസം തന്നെ മറുപടി ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയേ, അല്ലെ? എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ ദൈവമക്കൾ, ദൈവത്തിന്റെ ദാസന്മാര്, സഭയില്ല, അതിനടുത്ത് സഭയില്ല, അതുകൊണ്ടാണ് ഓടിച്ചു വിടുന്നത്. ഹല്ലേലൂയ. എവിടെ നിലവിളി ഉയർന്നിട്ടുണ്ടോ അവിടെ ഉടനെ മറുപടി ലഭിച്ചിട്ടുണ്ട്. ഏത് വിഷയങ്ങളായിരുന്നാലും, എത്ര വലിയ വിഷയങ്ങളായിരുന്നാലും ശരി തന്നെ, ഹല്ലേലൂയ, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിച്ചാൽ മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. നമ്മുടെ വിഷയങ്ങൾക്ക് എന്താ വിടുതലില്ലാത്തത്? എന്താ കാര്യം? എന്താ? ഹല്ലേലൂയ, സ്തോത്രം. എനിക്ക് എന്റേതായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് പറയേണ്ടതായിട്ടുണ്ട്. എന്റെ കുടുംബത്തിന്റെ അനുഭവങ്ങൾ, എന്റെ തലമുറകളുടെ അനുഭവങ്ങൾ, സഭയിലുള്ള ദൈവമക്കളുടെ അനുഭവങ്ങൾ ഒത്തിരി പറയാനുണ്ട്. നമുക്ക് 8 മണി ക്ലാസ്സിലൊന്നും പറയാം. അപ്പൊ അതിനനുസരിച്ച് എനിക്കും പറയാൻ പറ്റുന്നു. ഒരാമയും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ കർത്താവിനെ സ്തോത്രം. ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കുന്ന ആളല്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതുപോലെ നന്നായിട്ട് പ്രസംഗിക്കാതെ എനിക്ക് അങ്ങനെ 5 മിനിറ്റ് മാത്രമേ ഞാൻ നിന്ന് പ്രസംഗിച്ചു. എനിക്ക് കൊണ്ട് പറ്റത്തില്ല.
എനിക്കങ്ങനെ പറ്റത്തില്ല. ദൈവത്തിന്റെ ആലോചന പറയേണ്ടതുപോലെ പറയണമെങ്കിൽ സമയം ആവശ്യമാണ്. ഇങ്ങനെ ഓടി വന്നിട്ട് എന്തെങ്കിലും കടപട നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അത് വേറെ ആൾക്കാരുണ്ട്, അവര് വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ, അല്ലേ? വ്യക്തമായി ശക്തമായിട്ട് പറയണമെങ്കിൽ അത് സമയം ആവശ്യമാണ്. സ്തോത്രം. വചനം പറഞ്ഞതിന് ശേഷമായി ആ വചനപ്രകാരം തീരുമാനമെടുക്കുമെങ്കിൽ തീരുമാനമെടുക്കുന്ന വ്യക്തികളുടെ മേൽ, അവരുടെ ശിരസിന്മേൽ ഈ ബലഹീനനായിരിക്കുന്ന ദൈവന്റെ കരം അവരുടെ ശിരസിന്മേൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യമായിരിക്കും. അത് ഏത് വിഷയങ്ങളായിരുന്നാലും ശരി തന്നെ, എത്ര വലിയ വിഷയങ്ങളായിരുന്നാലും ശരി തന്നെ. ഹല്ലേലൂയ. ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം കേട്ടിട്ട്, വചനം കേട്ടിട്ട് ജീവിതത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ആമേൻ വിശ്വാസത്തോടെ മുൻപോട്ട് കടന്നു വന്ന് മുഴങ്കാലിന്മേൽ നിന്നാൽ ഈ ബലഹീനനായിരിക്കുന്ന ബലകരം അവരുടെ ശിരസിന്മേൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം സൗഖ്യമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്റെ കൂടെ ഒരു വിശ്വാസമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവർക്ക് സൗഖ്യമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥന പറഞ്ഞത് നിങ്ങൾ ആശുപത്രിയിൽ പോയിക്കോന്ന് ഞാൻ പറയത്തില്ല. അവർക്ക് വേണമെങ്കിൽ പോകാം. അത് പ്രാർത്ഥന പെട്ടെന്ന് നിങ്ങൾ ഒരു കാര്യം മെഡിക്കൽ കോളേജിൽ പോയിക്കോ, അല്ലെങ്കിൽ കിംസിൽ പോയി, ഞാൻ പറയുന്നു. പോകുന്ന തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നല്ല രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കഷ്ടതയിൽ നിലവിളിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുൻപിൽ ഹല്ലേലൂയ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിൽ എത്തിയെന്ന്. സ്തോത്രം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറുപടി വരുന്നില്ലയോ? എത്തിക്കഴിഞ്ഞാൽ മറുപടി ഉറപ്പാണ്. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തി കർത്താവ് സഹായിക്കട്ടെ. സമയങ്ങൾ പോണത് നന്ദി. താങ്ക്സ് എല്ലാവർക്കും നന്ദി. അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.